സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം. ഭാരതം ആത്മവിശ്വാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് അനുനിമിഷം അനുദിനം ഉണർന്ന് ഉയർന്ന് വളർന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രതിലോമ ശക്തികൾക്ക് എതിർക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഗാംഭീര്യത്തോടുകൂടി ഹൈന്ദവ ജനത വളർന്ന് വികസിക്കുന്ന ഒരു കാഴ്ച ലോകമെമ്പാടും. പഠിക്കേണ്ടയിടത്ത് ഗംഭീരമായിട്ട് പഠിച്ചും പഠിപ്പിക്കേണ്ടയിടത്ത് വളരെ ലളിതമായ നല്ല രീതിയിൽ പഠിപ്പിച്ചും പ്രചരിപ്പിക്കേണ്ടയിടത്ത് പ്രചരിപ്പിച്ചും പ്രവർത്തിക്കേണ്ടയിടത്ത് പ്രവർത്തിച്ചും പ്രതികരിക്കേണ്ടയിടത്ത് എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം അതിശക്തമായി പ്രതികരിച്ചും സ്വാമി ചിദാനന്ദപുരി മിനിഞ്ഞാന്ന ധർമാചാര്യ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ വേദവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന വൈദിക ചിന്താധാരയുടെ ധന്യതയിൽ ആസ്വദിക്കുന്ന ആ ഒരു ചൈതന്യമുള്ള ഹൈന്ദവ ജനത എല്ലാ പ്രകാരത്തിലും വളരുന്നു, ഉയരുന്നു, ഉണരുന്നു, തളർച്ച മാറ്റി വളർച്ചയിലേക്ക് പോകുന്നു. ആ കാഴ്ചയാണ് കാണുന്നത്. ഏത് നെഗറ്റീവുകളെയും പോസിറ്റീവുകളാക്കുക, ഏത് അവസരങ്ങളും ഉപയോഗിച്ച് പ്രതികരിക്കുക, ഏത് വിഷയവും പഠിച്ച് അത് എവിടെ പ്രതിഫലിപ്പിക്കണമോ അവിടെ പ്രതിഫലിപ്പിക്കുക. അങ്ങനെ ഒരു ഹിന്ദു ഓരോ ദിവസവും പണ്ടൊക്കെ വർഷങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം ഇപ്പോൾ ആഴ്ചകളും ദിവസങ്ങളും കൊണ്ടുവരുന്നതായിട്ട് കാണാം. ആ ഗാംഭീര്യത വേദത്തിൻ്റെ സന്ദേശത്തിലൂടെയാണ്. ഇന്ന് നമ്മൾ വേദ സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ 22ാമത്തെ സൂക്തം ധാരാളം ഋക്കുകളുണ്ട്. അതുകൊണ്ട് 22ാമത്തെ സൂക്തത്തിലെ കുറച്ച് ഋക്കുകളാണ് ഇത് പറയുന്നത്. ഈ സൂക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അശ്വിനി ദേവതകളെ കുറിച്ചുള്ള വിവരണമാണ്, പ്രാർത്ഥനയാണ്. ആദ്യം അശ്വിനി ദേവതകളെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. 1 മുതൽക്ക് 4 വരെ ഋക്ക്, 5 മുതൽക്ക് 8 വരെ സവിതാവ് സൂര്യനെ കുറിച്ചിട്ടുള്ളതാണ്. 9ാമത്തെയും 10ാമത്തെയും ഋക്ക് അഗ്നിദേവനെ കുറിച്ചിട്ടാണ്. 11ാമത്തെ ഋക്ക് ദേവിയെ കുറിച്ചിട്ടാണ്. 12ാമത്തെ ഋക്ക് ഇന്ദ്രൻ, വരുണൻ, അഗ്നി. ഒരൊറ്റ ഋക്കില് 4 ദേവതമാര്. 13, 14 ഋക്കുകള് ദ്യാവാപൃഥിവികൾ, ജ്യോതിർഗോളങ്ങളും ഭൂമിയെയുമാണ്. 15ാമത്തെ ഋക്ക് ഭൂമിയാണ്, പൃഥ്വി സൂക്തം. പൃഥ്വി സൂക്തമല്ല, പൃഥ്വി ഋക്ക്. 16, 17 മുതൽക്ക് 21 വരെ മഹാവിഷ്ണുവിനെ കുറിച്ചുള്ള ഋക്കാണ്. അപ്പോൾ ഒരൊറ്റ സൂക്തത്തില് 21 ഋക്കുകളില് എത്ര ദേവതമാരാ വന്നിരിക്കുന്നത് നോക്കാം. ഇത് കേൾക്കുന്നത് പുണ്യമാണ്. കാരണം പ്രകൃതിയെ ഒരുമിച്ചെടുത്തിട്ടുള്ള പ്രാർത്ഥന, വിവരണം, സ്തുതി, എക്സ്പ്ലനേഷൻ. 21 ഋക്സ്, 21 ഋക്കുകൾ. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ഹേ പണ്ഡിതന്മാരെ, ബ്രാഹ്മമുഹൂർത്തത്തിലെ യജ്ഞത്തിനുള്ള ഫലത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിന് സംയുക്തരായി അതിരാവിലെ തന്നെ ചിത്തശുദ്ധിയോടെ ഉപാസന ചെയ്യുന്ന യന്ത്രനിർമ്മാണ കാര്യങ്ങളിൽ സാരവത്തായ ബലം പ്രദാനം ചെയ്യുന്ന, പരസ്പരം സസ്നേഹം ബന്ധിപ്പിക്കുന്ന ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് യജ്ഞകർമ്മത്തിന് പോവുകയാണ്. ആ യജ്ഞകർമ്മത്തിൽ യജ്ഞശാല നിർമ്മിക്കണം, അതുപോലെ അഗ്നികുണ്ഡങ്ങൾ നിർമ്മിക്കണം,
സോമരസം എടുക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിന് ധന്യമായ മന്ത്രങ്ങൾ ആലപിക്കണം. ഒരുമിച്ച് 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 ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ചിത്തശുദ്ധി ഉണ്ടാവണം. പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ്. വർക്കിംഗ് ടുഗദർ, പ്രേയിങ് ടുഗദർ, ആക്ടിങ് ടുഗദർ, ഇൻവോൾവിംഗ് ടുഗദർ with a transparent mind, keeping the ultimate goal in the mind and selecting the best pathway. അഗ്നിയും ഭൂമിയും അശ്വിനി ദേവതകളും ഈ യജ്ഞകർമ്മത്തിൽ, ഈ ഗവേഷണ കർമ്മത്തിൽ വന്ന് ഭാഗവാക്കായാലും കാര്യം നിർവഹിച്ചു തന്നാലും ആ ദേവതകൾ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അഗ്നിയെയും ഭൂമിയെയും വിളിക്കുന്നു. ഈ യാഗയജ്ഞങ്ങള് ധന്യമാക്കി തന്നാലും ഈ യജ്ഞത്തിൽ പ്രകൃതി ഞങ്ങളോടൊപ്പം നിന്ന് ഭാഗവാക്കായാലും കാര്യം നിർവഹിച്ചു തന്നാലും യാഗസംബന്ധിയായ ചടങ്ങിലൂടെ, ഈ യജ്ഞത്തിലൂടെ, സർവവിധത്തിലുള്ള യജ്ഞകർമ്മത്തിലൂടെ സജ്ജമാക്കിയ ശുദ്ധമായ ആരോഗ്യത്തിന് വേണ്ടിയുള്ള, ആയുസ്സിന് വേണ്ടിയുള്ള ഔഷധം, അത് പാനകം തുടങ്ങിയവ നൽകാൻ ഞങ്ങളിതാ ദേവതമാരെ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളെ, ഞങ്ങളെന്ന ആരാധകരെ, അഭ്യുദയകാംക്ഷികളെ അറിവുള്ളവരാക്കി തീർക്കുക. ഒറ്റ റിക്കിൽ ഒറ്റ വരിയ അറിവുള്ളവരാക്കി തീർക്കുക. ഞങ്ങൾ ചിത്തശുദ്ധിയോടുകൂടി വന്നിരിക്കുന്നു. ഞങ്ങൾ യാഗയജ്ഞങ്ങൾ ചെയ്യാൻ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം, നന്മയുണ്ടാകണം, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകണം, എല്ലാവർക്കും സുഖമുണ്ടാകണം, ധന്യതയുണ്ടാകണം. ഈ ഭൂമി ഞങ്ങളെ അനുഗ്രഹിക്കണം, അഗ്നിയും അനുഗ്രഹിക്കണം. വിശേഷ യോഗ്യതയുള്ളവരാക്കി തീർക്കുക. ഞങ്ങളെന്ന അഭ്യുദയകാംക്ഷികളെ അറിവുള്ളവരാക്കി തീർക്കുക, വിശേഷ യോഗ്യതയുള്ളവരാക്കി തീർക്കുക. ബീയിങ് ഡിഫറൻറ്റ്. അടുത്തതൊക്കെ ഞങ്ങൾ സ്വർഗവാസികളായി ആകാശമാർഗത്തിലൂടെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന, രാജസഭയിൽ ബഹുമാനിക്കപ്പെടുന്ന, ജ്ഞാനപ്രകാശത്തിൽ തിളങ്ങുന്ന സൂര്യ ചന്ദ്ര പ്രകാശതുല്യം ജ്ഞാനമുള്ളവരായി തീരട്ടെ. സൂര്യപ്രകാശത്തിന് തുല്യം ജ്ഞാനപ്രകാശമുള്ളവരാകട്ടെ. ചന്ദ്രപ്രകാശത്തിന് തുല്യം ജ്ഞാനപ്രകാശമുള്ളവരാകട്ടെ. ആ സൂര്യനും ചന്ദ്രനും ചക്രവാളത്തില് വിമാനത്തിലെന്ന പോലെ ഭൂമിയെ ദർശിച്ചു കൊണ്ടുപോകുന്നു. പ്രകാശവും ചൂടും നൽകിക്കൊണ്ടു പോകുന്നു, കുളിർമ നൽകിക്കൊണ്ടു പോകുന്നു. അവരെ പോലെ ഞങ്ങളുടെ അറിവ് പ്രകാശിക്കട്ടെ. ശോഭനങ്ങളായ രഥങ്ങളോട് കൂടിയവരായി തീരട്ടെ. ഞങ്ങൾ രഥ സഞ്ചലന സാമർഥ്യം ഏറിയവരായി തീരട്ടെ. ഞങ്ങളുടെ വാഹനം ഓടിക്കുന്നതിന് ഞങ്ങൾക്ക് ഏറെ സാമർഥ്യമുള്ളവരായി തീരട്ടെ. ഞങ്ങൾ മികച്ച തേരാളികളായി തീരട്ടെ. ശോഭനമായ രഥം പ്രദാനം ചെയ്യാൻ യോഗ്യമായ ഘടകങ്ങളുള്ളവരായി തീരട്ടെ. ഞങ്ങൾ ദേവന്മാരായ, പ്രകാശാദി ഗുണങ്ങളോട് കൂടിയവരായ അശ്വിനി ദേവന്മാരെ, വ്യാപന സ്വഭാവമുള്ള അഗ്നി ദേവതയെ വിശകലനം ചെയ്ത് ദേവന്മാരായ അശ്വിനി ദേവന്മാരെയും അഗ്നിദേവന്മാരെയും വിശകലനം ചെയ്ത് രണ്ടുപേരുടെയും മഹത്വത്തെ അറിയുന്നവരായി തീരട്ടെ. ഞങ്ങൾ അഗ്നിയുടെയും ജലത്തിൻ്റെയും തത്വങ്ങളെ സ്വീകരിക്കുന്നു, ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഞങ്ങൾ മഹത്വം കരഗതമാകാൻ ആദരപൂർവം ഞങ്ങളെ വന്ന് അനുഗ്രഹിച്ചാലും അശ്വിനി ദേവതമാരെ, അഗ്നി ദേവതയെ. അടുത്തത്, നാനാ വിഷയങ്ങൾ വേണ്ടും വിധം പഠിക്കുകയും ചെയ്യുന്ന അശ്വിനി ദേവതമാരെ, നാനാവിധ വിഷയങ്ങൾ വേണ്ടും വിധം പഠിക്കുകയും ചെയ്യുന്ന അശ്വിനി ദേവതകളെ, നിങ്ങൾ രണ്ടുപേരുടെയും ഗുണപ്രകർഷത്തെ വെളിവാക്കുന്നവർക്ക് വേണ്ടി ഏതൊരു പ്രശംസനീയമായ ബുദ്ധിയാർന്ന സത്യജ്ഞാനത്തോടു കൂടിയ മധുര ഗുണയുക്തവും മസൃണവും മന്ത്രവിജ്ഞാനത്തോടു കൂടിയതുമായ സാർത്ഥകമായ വാക് വൈഭവമുണ്ടോ, വാണിയുണ്ടോ, വേദജ്ഞാനമുണ്ടോ, വേദവാണിയുണ്ടോ, ആ വാക്കുകളിലൂടെ, വരികളിലൂടെ, സന്ദേശങ്ങളിലൂടെ ശ്രേഷ്ഠമായ അറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക.
ആ അറിവ് പ്രദാനം ചെയ്യുന്ന യജ്ഞത്തെ, ഗവേഷണത്തെ, സത്കർമ്മത്തെ തർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുക. പുതിയ പുതിയ നേട്ടങ്ങൾ ഭാഷാ മാധ്യമത്തിൽ പകർത്തിവെക്കുന്നതിനുള്ള ആഗ്രഹം നിത്യമായി ഞങ്ങളിൽ എത്തിച്ചേരുവാൻ, ഞങ്ങൾക്ക് വെച്ചു പുലർത്തുവാൻ അനുഗ്രഹിക്കുക. പുതിയ പുതിയ നേട്ടങ്ങൾ ഭാഷാ മാധ്യമത്തിൽ വേദവരികളിൽ പകർത്തിവെക്കാനുള്ള ആഗ്രഹം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകർത്തിവെക്കാനുള്ള ആഗ്രഹം നിത്യമായി ഞങ്ങൾക്ക് വെച്ചു പുലർത്തുവാൻ സാധിക്കുക. രഥങ്ങൾ നിർമ്മിക്കുന്നവരെ, നിർമ്മിച്ചു പറപ്പിക്കുന്നവരെ, ആ രഥങ്ങളിലൂടെ സഞ്ചാരം നടത്തുന്നവരെ, എവിടെയാണോ നിങ്ങൾ അശ്വികളോടുകൂടി, വായു ജല തത്വങ്ങളോടുകൂടി രഥത്തിലൂടെ, യാന്ത്രിക വാഹനത്തിലൂടെ, പദാർത്ഥ വിദ്യയോട് കൂടിയവന്റെ വിജ്ഞന്റെ വീട്ടിലേക്ക്, വേദിയിലേക്ക്, യാഗശാലയിലേക്ക് പോകുന്നത്, അവിടെ ആ നിങ്ങൾക്ക് വീട് അതിദൂരത്തല്ല, വൈകാതെ ലക്ഷ്യത്തിലെത്താം. നമുക്ക് വേഗത്തിൽ ആ കർമ്മമണ്ഡലത്തിലേക്ക് എത്താം. യാവാങ്കശാമധൂമത്യശ്വീനാശോനൃതാവതി തയാ യജ്ഞം മിമിക്ഷതം നഹി വാമസ്തി ദൂരഗേയത്രാരഥേന ഗച്ഛതാ അശ്വീനാ സോമിനോ ഗൃഹം ഹിരണ്യപാണി മൂതയേ സവിതാരമുപഹ്വയേ സചേതാ ദേവതാപദം. അടുത്തത്, ഞാൻ എൻ്റെ കയ്യിൽ സ്വർണം വെച്ചിരിക്കുന്നു, സ്വർണവള ധരിച്ചിരിക്കുന്നു, സുവർണ രശ്മികളോട് കൂടിയ, സുവർണ ലാഭം പ്രദാനം ചെയ്യുന്ന, ആനന്ദം തരുന്ന പ്രവൃത്തിയോട് കൂടിയവരാക്കി തീർക്കുക ഞങ്ങളെ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അന്തര്യാമിയായ ഈശ്വരനെ, ജഗത് സൃഷ്ടാവിനെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടി, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആനന്ദിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നല്ലവണ്ണം ഞങ്ങളിതാ വേദമന്ത്രങ്ങളിലൂടെ ആ അന്തര്യാമിയായ ഈശ്വരനെ സ്വീകരിക്കുന്നു. എന്നുമെന്നും ഞങ്ങൾ ഈശ്വര സ്മരണയുള്ളവരാകുന്നു. സൂര്യഭഗവാനെ, പുരുഷൻ ചെന്നെത്തേണ്ട സ്ഥാനത്തെ, പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ, അത്യാഗ്രഹങ്ങളും വാശിയും ഇല്ലാത്ത ആ മോക്ഷമണ്ഡലത്തെ അറിയിച്ചു കൊടുക്കുവാനായി അവിടത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. ഞങ്ങൾ അനുഗ്രഹം സ്വീകരിക്കുന്നവരും കൊടുക്കുന്നവനുമായി തീരട്ടെ. അപാം നപാദമവാസേ സവിതാരമുപസ്തുഹി തസ്യ വ്രതാന്യുഷ്മസി. ധാർമ്മികനായ മഹാവിജ്ഞ, ധാർമ്മികനായ വേദവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്നവരാണ് ഹിന്ദുക്കളെന്ന് സ്വാമി ചിദാനന്ദപുരി മിനിഞ്ഞാന്ന് ധർമാചാര്യ സമ്മേളനത്തിൽ പറഞ്ഞു. ആ വാക്കുകളാണ് നമ്മളാക്കുന്നത്. ഇനി ഹിന്ദുവിനെ ഉണർത്തേണ്ടത് വേദത്തിന്റെ സന്ദേശം. മന്ത്രങ്ങൾ പഠിക്കുക ബുദ്ധിമുട്ടാണ്, ഇതുമാതിരിയുള്ളത്. ഇതിനകത്ത് അറിയാനുള്ളതെല്ലാം ഉണ്ട്. ധാർമ്മികനായ മഹാവിജ്ഞ ഈശ്വര ഭവാൻ, രക്ഷ, സമൃദ്ധി തുടങ്ങിയവയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഞങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വെള്ളത്തിന്റെ പുത്രനായ സവിതാവിനെ, ചെങ്കതിരോനെ വിനാശമില്ലാതാക്കി തീർക്കുന്നു. എന്നുമെന്നും സൂര്യപ്രകാശം ലഭിക്കുന്നതാക്കി തീർക്കുന്നു. സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ജഗതീശ്വര അങ്ങയെ സർവതോ ഉപാസ്യനും പ്രേരകനുമായ ഊർജദേവനായി ഞങ്ങളിതാ പ്രണമിക്കുന്നു. നിങ്ങൾ നിരന്തരം ഉപാസിക്കുക. നിങ്ങൾ കൂടെയുള്ള മന്ത്ര പഠിതാക്കളോട് പറയുകയാണ്, നിങ്ങൾ നിരന്തരം സൂര്യദേവനെ ഉപാസിക്കുക. അകതാരിൽ ആരാധിക്കുക, ഉള്ളില് ആരാധിക്കുക. സൂര്യദേവതാ സംബന്ധിയായ കർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിക്കുക. സോമയാഗ രൂപങ്ങളായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. മന്ത്രോച്ചാരണത്തോടുകൂടി പൂജാദികൾ ചെയ്യുക. അനുഷ്ഠിക്കുവാനും ആഗ്രഹിക്കുന്നവരായി വർത്തിക്കുക. അനുഷ്ഠിക്കുവാനും ആ കർമ്മം ചെയ്യാൻ അനുഷ്ഠിക്കുവാനും ആഗ്രഹമുള്ളവരായി തീരുക.
വിഭക്താരം ഹവാമഹേ വസോ ചിത്രസ്യ രാധസാം സവിതാരം നൃചക്ഷസം. അല്ലയോ മാനവരെ, എപ്രകാരമാണോ മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന വിജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന, മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന സമസ്ത ദ്രഷ്ടാവായ അന്തര്യാമിയായ, ഇപ്പൊ ഈശ്വരന്റെ റോൾ എന്താന്ന് നോക്കാം. മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന വിജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഈശ്വര ചൈതന്യം, മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന ഈശ്വര ചൈതന്യം, സമസ്ത ഐശ്വര്യങ്ങളും കാണുന്ന നൽകുന്ന ദ്രഷ്ടാവായ അന്തര്യാമിയായ, വസ്തു സമൂഹജന്യമായും അത്ഭുതകരമായും നിലനിൽപ്പിന് ആവശ്യമായ സ്വർണം, രജതം തുടങ്ങിയ നാനാതരത്തിലുള്ള ധനം നൽകുന്നതായ ഒരു ഭിക്ഷക്കാരന്റെ, ഒരു പാപിയുടെ, ഒരു ദരിദ്രവാസിയുടെ ജീവിതമല്ല വേദം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. വളരെ ധന്യമായ, യഥാർത്ഥത്തിൽ ആഡംബരത്തോടു കൂടിയ, എന്നാൽ ധാർമ്മികത നിറഞ്ഞ ഒരു ജീവിതം. ധനം, നാനാതരത്തിൽപ്പെട്ട കർമ്മബലം, ഐശ്വര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജഗതീശ്വരൻ വിഭജിച്ച് ജീവികൾക്ക് അവരവരുടെ കർമ്മമനുസരിച്ച് ഫലം വീതിച്ചു കൊടുക്കുന്നത് ഓരോ വ്യക്തിക്കും, ഓരോ ജീവജാലത്തിനും അവരവരുടെ കർമ്മബലം എത്തിച്ചു കൊടുക്കുന്ന ആ അന്തര്യാമിയായ ജഗതീശ്വരൻ അപ്രകാരത്തിലുള്ള വിദ്യ, അപ്രകാരത്തിലുള്ള അവസരം, അപ്രകാരത്തിലുള്ള ചക്രവർത്തി പദം തുടങ്ങിയത് നൽകുന്നു. ആ പരമേശ്വരനെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, പ്രണമിക്കുന്നു. സഖായ ആനിഷീദത സവിതാസ്തോമ്യോനുന ദാതാരാധാം ശിശുംഭതി. ഭവാന്മാർ എല്ലായ്പ്പോഴും പരസ്പരം മൈത്രീഭാവമുള്ളവരായി, എല്ലായ്പ്പോഴും പരസ്പരം മൈത്രീഭാവമുള്ളവരായി. അവിടെയാണ് നമുക്ക് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. ഒരുമിച്ച് പ്രവർത്തിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ പറയില്ലേ, വിവാഹ സദ്യക്ക് 15 കൂട്ടം കറികളുണ്ട്, എല്ലാം ചേർത്തല്ലേ കഴിക്കാം. എല്ലാ കറികൾക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. ഒരു കറിക്ക് പോലും മറ്റൊരു കറിയുടെ ടേസ്റ്റ് അല്ല. ആ വൈവിധ്യം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വിവിധതാമേം ഏകത, പരസ്പരം മൈത്രീഭാവമുള്ളവരായി തീരുക, ഉപകാരം ചെയ്യുന്നവരായി തീരുക, സമാനമായ ചിന്താഗതി ഉള്ളവരായി തീരുക, എല്ലായിടത്തും വിളങ്ങുക, സ്തുതിക്കപ്പെടാൻ യോഗ്യതയുള്ളവരായി തീരുക, നാനാവിധങ്ങളായ ഉത്തമ ധനത്തെ, സമ്പദ് സമൃദ്ധിയെ, ഐശ്വര്യത്തെ സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരായി തീരുക. ആ സവിതാവ്, ആ പ്രകൃതി ചൈതന്യം അത് നമുക്ക് പ്രദാനം ചെയ്യാൻ ഒരുങ്ങട്ടെ. അപ്രകാരം കൊടുക്കുന്നവൻ സദാതാ ശുംഭതി. അപ്രകാരം എടുക്കുന്നത് കൊടുക്കുന്നവൻ ശോഭിക്കുന്നു, ശോഭ കൊണ്ട് ഉന്നതനാകുന്നു. അഗ്നേ പത്നി ത്വഷ്ടാരം സോമാപീതയേ. ഭൗതികമായ അഗ്നിസ്വരൂപമേ, സർവചൈതന്യത്തിന്റെയും ആധാരമേ, ഔഷധി രസാദികളുടെ പാനത്തിനു വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിലെ ധന്യമായ ആരോഗ്യ ലാഭത്തിനു വേണ്ടി, ഐശ്വര്യ ലാഭത്തിനു വേണ്ടി ഇന്ദ്രപ്രഭൃതികളായ ദേവന്മാരുടെ, ശ്രേഷ്ഠ ഗവേഷകരുടെ വിജയം, വിജ്ഞാനികളുടെ വിജയം ആഗ്രഹിക്കുന്നവരുടെ, അത് കാമിക്കുന്ന തൻ്റെതായ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതായ തേജസ്വിനികളായ പത്നികളെയും, ഭർത്താവിൻ്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന പത്നികളെയും, ആ പ്രാർത്ഥന നോക്ക. അഗ്നേ പത്നി രിഹാവാഹ, അഗ്നേ പത്നി രിഹാവാഹ. ആ ഭർത്താവിൻ്റെ ധന്യതയെ പ്രകാശിപ്പിക്കുന്ന പത്നികളെയും, പല ദ്രവ്യങ്ങളെയും, സംരക്ഷണ ശക്തിയെയും, അതിഥി ഇന്ദ്രാണി പ്രകൃതികളായ നാരീരത്നങ്ങളെയും, ത്വഷ്ടാവ് എന്ന ദേവനെയും, ഛേദിക്കാൻ മുറിക്കാൻ ശക്തിയുള്ള സൂര്യനെയും, ശത്രുവിനെയും തിന്മയെയും വധിക്കാൻ കഴിവുള്ളവനെയും,
യാന്ത്രിക കർമ്മങ്ങൾ നല്ലവണ്ണം പരിചയമുള്ളവനെയും അടുത്തു വരുത്തിയാലും ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചാലും അവരുടെ വിജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തന്നാലും നല്ല യുവാവായ അല്ലയോ അഗ്നിസ്വരൂപമേ. അഗ്നിയെ യുവാവായിട്ടാ കാണുക. എക്കാലവും ഒരേപോലെയാണ്. അഗ്നിക്ക് വാർദ്ധക്യമില്ല, സൂര്യന് വാർദ്ധക്യമില്ല, പ്രഭാതത്തിന് വാർദ്ധക്യമില്ല, വായുവിന് വാർദ്ധക്യമില്ല, സമുദ്രത്തിന് വാർദ്ധക്യമില്ല, പ്രകൃതി ചൈതന്യത്തിന് ഒന്നിനും വാർദ്ധക്യമില്ല. അപ്പോൾ യുവാവായ യവിഷ്ട അഗ്നേത്വം, നല്ല യുവാവായ അല്ലയോ അഗ്നിസ്വരൂപമേ, പദാർത്ഥങ്ങളോട് ചേർക്കുന്നതിൽ കഴിവുറ്റവനെ, വിദ്വാനെ, വിവേകിയായ ന്യായാധിപ, ക്രിയാകുശലതയുള്ള ഭഗവാനെ, നിങ്ങൾ ശില്പകാര്യത്തിൽ, യജ്ഞകാര്യത്തിൽ, ഗവേഷണ കാര്യത്തിൽ ഇവിടെ യജ്ഞശാലയിൽ, എൻ്റെ രാഷ്ട്രത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് സംരക്ഷണത്തിനു വേണ്ടി, കർമ്മനിരതനാകുന്നതിനു വേണ്ടി ദേവപത്നികളെ, പൃഥിവ്യാദി പദാർത്ഥങ്ങളിലുള്ള ശക്തികളെ, ഭൂമിയെയും സൂര്യനെയും അഗ്നിയെയും വായുവേയും അതിലുള്ള ശക്തികളെയും ദേവപത്നികളെയും, ഹോമിക്കപ്പെട്ട പദാർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന അഗ്നിയുടെ പ്രകാശത്തെയും ചൈതന്യത്തെയും ദേവപത്നിമാരെയും, സൂര്യപ്രഭയെ, ഭരതൻ എന്ന ആദിത്യന്റെ പത്നിയെയും, അഭികാമ്യമായ വാഗ്ദേവതയെയും, പദാർത്ഥം ഗ്രഹിക്കുന്നതിന് ആവശ്യമായ വാണി വേദമന്ത്ര ചൈതന്യം നൽകുന്ന സരസ്വതി ദേവതയെയും, സരസ്വതി രൂപത്തെയും, വാഗ്വിലാസത്തെ ഗ്രഹിക്കാൻ കഴിവുള്ള ബുദ്ധിസ്വരൂപിണിയായ ദേവതയെയും അറിയുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയാലും, അവരെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയാലും, അവരെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തിനായി കൊണ്ടുവന്നാലും. 10 റിക്കുകളായി. ഇനി 11 മുതൽ 21 വരെ റിക്ക് അടുത്ത ദിവസം നമുക്ക് എടുക്കാം. വളരെ രസകരമായിട്ട് തോന്നി, സന്തോഷം തോന്നി. നല്ല നല്ല വേദമന്ത്രങ്ങളൊക്കെ നമുക്ക് പരമാവധി ഇതുമാതിരി കേൾക്കാൻ സാധിക്കട്ടെ. വേദം എന്താണെന്ന് ഈ നമ്മളുടെ ഇനി മുതൽക്കുള്ള ആചാര്യ സഭയിലൂടെ കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തുമ്പോൾ വേദത്തെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരിയുള്ള സന്ദേശങ്ങൾ പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർ എഴുതിയ ഈ വേദത്തിൻ്റെ വ്യാഖ്യാനവും, പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എഴുതിയ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനവും, പിന്നെ ഇസ്കോണിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ പ്രഭുപാദർ എഴുതിയ ഭഗവത്ഗീതയും എല്ലാം ക്ലാസ് എടുക്കുമ്പോൾ ഒരു ദിവസം ധന്യമായതായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പരമാവധി ഇത് ഷെയർ ചെയ്യാനും ജനങ്ങൾക്ക് എത്തിക്കാനും സാധിക്കട്ടെ. ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ വേദങ്ങളും ഭഗവത്ഗീതയും ഭാഗവതവുമാണ്. അത് പറയുന്നവരെയല്ല, അത് വിവരിക്കുന്നവരെയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.